അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഒന്ന് രണ്ട് വീഡിയോ നിങ്ങളെ കാണിക്കുകയാണ്. ഇത് മനുഷ്യന്മാർ ഖബറിൻ്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്ന, അവിടെ റുക്കൂ ചെയ്യുന്ന ഒക്കെയുള്ള കുറേ ദൃശ്യങ്ങളാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. എന്തെല്ലാം കാര്യങ്ങളാണ് ഖബറിൻ്റെ അടുത്ത് ആളുകൾ ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയാമെന്നറിയോ? ഇതൊക്കെ പറയുമ്പോൾ ഇവർ പറയാം, അതൊക്കെ അന്തവും ബുദ്ധിയും വിവേകവും അല്ലാത്ത ജാഹിലീങ്ങൾ ചെയ്യുന്നതാണ്, അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല എന്നൊക്കെയാണ് ചില സമയത്ത് പറയാം. എങ്കിൽ ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം. ഇതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ. ഇതിലുള്ള ആളുകൾ നിങ്ങളീ പറഞ്ഞ വിശേഷണങ്ങൾക്ക് അർഹരാണോ? അന്തമില്ലാത്ത വിവരമില്ലാത്ത ജാഹിലീങ്ങളായ എന്നൊക്കെ പറഞ്ഞ വിവരണത്തിന് വിധേയരാണോ? ഒന്ന് വൈലത്തൂർ തങ്ങൾ, കാന്തപുരം ഉസ്താദ് പ്രസംഗിക്കണതിൻ്റെ മുമ്പ് ഇയാൾ പ്രാർത്ഥിച്ചിട്ടേ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിക്കുള്ളൂ. രണ്ട് ഇവരുടെ മുഫ്തി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഇവർ രണ്ടുപേരും ഖബറിങ്ങ പോയിട്ട് എന്താണ് ചെയ്യുന്നത്? അപ്പം അടിസ്ഥാനപരമായി ഇവരുടെ ആഹ്വാനങ്ങളും ഇവരുടെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ജനം ഖബറിങ്ങ പോയി പലതും ചെയ്യണത്, പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണത്. എന്നാൽ ഇവർ പറയാറെന്താണ്? ഞങ്ങൾ തേട്ടം മാത്രമേ നടത്തുന്നുള്ളൂ, പ്രാർത്ഥിക്കണില്ല എന്നാണ്. ഇത് സഹായതേട്ടോ പ്രാർത്ഥനയൊക്കെ തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതെന്താണ്? ഇത് ശുദ്ധമായ സുജൂദല്ലേ? എന്നാൽ ഞങ്ങളിത് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഇതിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെയുള്ള ധാരാളം അന്ധവിശ്വാസങ്ങളും തിന്മകളും അനാചാരങ്ങളും അത്യാചാരങ്ങളും ശിർക്കൻ പ്രവണതകളുമൊക്കെ ഖബറുകൾ കേന്ദ്രീകരിച്ച്, മഖ്ബറകൾ കേന്ദ്രീകരിച്ച് ഇവർ നടത്തി വരുന്നുണ്ട്. പെരുമ്പടപ്പ് പുത്തൻപള്ളി പ്രദേശത്ത് മുജാഹിദ് ആദർശ മുഖാമുഖം നടക്കുകയാണ്. അവിടെ നേരിട്ട് പോയി പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ നേരിട്ട് പോയി പങ്കെടുക്കണം, അല്ലാത്ത ആളുകൾ ഓൺലൈനിലൂടെ പരിപാടി വീക്ഷിക്കണം. നേരിട്ട് വന്ന് ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഞങ്ങളൊരു ചോദ്യം ഉയർത്തുകയാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാം. ഇതെന്താണ്? ഈ കാര്യത്തിന് എന്തുകൊണ്ടാണ് ഒരു ഉസ്താദ് ഒരു മറുപടിയും പറയാത്തത്? ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞ മറുപടി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുവരും, എൻ്റെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യേ, ഒന്ന് കാണട്ടെ. ചിലപ്പോൾ നിങ്ങൾ കാണാത്തത് ഉണ്ടാകാം, ഉണ്ടെങ്കിൽ കൊണ്ടുവരും, അപ്പോൾ നോക്കാമല്ലോ നമുക്ക്. ഏതായാലും വളരെ ഗൗരവമുള്ളതാണ് സുഹൃത്തുക്കളെ വിഷയങ്ങൾ. ഇതൊക്കെ പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾ ശിർക്ക് ചെയ്ത് മരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോകില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ നസ്സാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയുള്ളവരാവുക. അള്ളാഹു ഖൈറാക്കട്ടെ. അസ്സലാമു അലൈക്കും.